പുകഴ്ത്തീരേശുവെ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും വാഴ്ത്തി. പുകഴ്ത്തി 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 വാഴ്ത്തി പുകഴ്ത്തി 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 വാഴ്ത്തി പുകഴ്ത്തി പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും വാഴ്ത്തി. പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും വാഴ്ത്തി. യേശുവിൻ രാജത്വം നിത്യമേ ആധിപത്യവും സന്തതമാമേ. യേശുവിൻ രാജത്വം നിത്യമേ ആധിപത്യവും സന്തതമാമേ. സേവിക്കുമേ ഒരു സന്തതി വർണ്ണിക്കുമേ അവർ നിന്നീതി. സേവിക്കുമേ ഒരു സന്തതി വർണ്ണിക്കുമേ അവർ നിന്നീതി. വർണ്ണിക്കും ഹീനനും യേശുവിൻ നന്മയും ഓർമ്മയെ. വർണ്ണിക്കും ഹീനനും യേശുവിൻ നന്മയും ഓർമ്മയെ. പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും വാഴ്ത്തി. പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും വാഴ്ത്തി. കൃപയും ദീർഘക്ഷമയും മഹദയയും കരുണയുമുള്ളോ. കൃപയും ദീർഘക്ഷമയും മഹദയയും കരുണയുമുള്ളോ. നല്ലവനവനെല്ലാവർക്കും തൻ പ്രവൃത്തികളോടുമെല്ലാം. നല്ലവനവനെല്ലാവർക്കും തൻ പ്രവൃത്തികളോടുമെല്ലാം. വന്നിടിൻ വന്നിട്ടിൻ യേശുവിൻ സ്നേഹമാം പാലിനാം. വന്നിട്ടിൻ വന്നിട്ടിൻ യേശുവിൻ സ്നേഹമാം പാലിനാം. പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും വാഴ്ത്തി. പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും വാഴ്ത്തി. ശരുരിൻ പരിനീ പുഷ്പമേ 10,000-ത്തിലും ശ്രേഷ്ഠനേ. ശരുരിൻ പരിനീ പുഷ്പമേ 10,000-ത്തിലും ശ്രേഷ്ഠനേ. വെണ്ണയും ചുവപ്പുമുള്ളവൻ പ്രാണപ്രിയൻ സുന്ദര രക്ഷകൻ. വെണ്ണയും ചുവപ്പുമുള്ളവൻ പ്രാണപ്രിയൻ സുന്ദര രക്ഷകൻ. ചുംബിപ്പിൻ സേവിപ്പിൻ സിയോനിൻ രാജനെ എന്നുമേ. ചുംബിപ്പിൻ സേവിപ്പിൻ സിയോനിൻ രാജനെ എന്നുമേ. പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും വാഴ്ത്തി. പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും വാഴ്ത്തി. ആദിയും അന്ത്യനും വന്ധ്യനും ആദിജാതനുമെന്നും അനന്യനും. ആദിയും അന്ത്യനും വന്ധ്യനും ആദിജാതനുമെന്നും അനന്യനും. സത്യവും ജീവനും മാർഗവും നിത്യപിതാവും എന്നുടെ ദുർഗവും. സത്യവും ജീവനും മാർഗവും നിത്യപിതാവും എന്നുടെ ദുർഗവും. വിളിച്ചോൻ വിശ്വസ്തൻ വീണ്ടും വരുന്നവൻ അവനെ. വിളിച്ചോൻ വിശ്വസ്തൻ വീണ്ടും വരുന്നവൻ അവനെ. പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും വാഴ്ത്തി. പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും വാഴ്ത്തി. പാപവും യാതൊരു ശാപവും യെരൂശലേമിൽ. പാപവും
ശാപവും ഇല്ലിനി യെരൂശലേമിൽ. ശുഭ്രമാം ജീവജലനദി ജയിക്കുന്നോർ പങ്കാം ജീവവൃക്ഷം. ശുഭ്രമാം ജീവജലനദി ജയിക്കുന്നോർ പങ്കാം ജീവവൃക്ഷം. ജയിപ്പിൻ കുഞ്ഞാട്ടിൽ സ്വർഗസിംഹാസനേ. ജയിപ്പിൻ കുഞ്ഞാട്ടിൽ സ്വർഗസിംഹാസനേ. യേശുവേ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും വാഴ്ത്തി. പുകഴ്ത്തി യേശുവേ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും വാഴ്ത്തി. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59:2 വാക്യം. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ കേൾവിക്കാർക്കും സ്വാഗതം. ഭിന്നിപ്പ് മാറ്റുന്ന പുരോഹിതർ എന്നൊരു വിഷയമാണ് നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടപ്പിറപ്പുകളെ, പരിശുദ്ധനായ ദൈവത്തെയും തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെയും തമ്മിൽ വേർതിരിക്കുകയും മനുഷ്യരിൽ നിന്ന് ദൈവം തൻ്റെ മുഖം തിരിക്കാൻ ദൈവത്തെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഏക സംഗതി മനുഷ്യൻ്റെ അകൃത്യങ്ങളാണ്. ദൈവം തൻ്റെ മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നോടുകൂടെ യോജിപ്പിലായിരിക്കുവാനും തൻ്റെ തിരുമുഖപ്രകാശം തൻ്റെ മനുഷ്യൻ്റെ മേൽ പകരുവാനും തന്നോട് കൂടെ ഇരിക്കുവാനും വേണ്ടിയാണ്. എന്നാൽ മനുഷ്യന്റെ പാപത്തിന്റെ പരിണിത ഫലമായി ദൈവം തന്നെ മനുഷ്യനെ തന്നിൽ നിന്ന് അകറ്റി. ദൈവത്തിൽ നിന്ന് മനുഷ്യൻ വേർതിരിക്കപ്പെട്ടു. ദൈവത്തിൽ നിന്നുള്ള വേർപാട് പാപത്തിലും അകൃത്യത്തിലുമുള്ള മരണമാണ് എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. പാപമുള്ളയിടത്ത് ദൈവത്തിനും മനുഷ്യനുമിടയിൽ പരസ്പര ബന്ധം സാധ്യമല്ലാത്ത വിധത്തിൽ ഒരു മതിൽ ഉയർത്തപ്പെടുകയാണ്. പ്രിയരെ, മനുഷ്യന്റെ അകൃത്യങ്ങൾ നിമിത്തം ദൈവത്തോട് ഭിന്നിച്ചു കഴിഞ്ഞിരുന്ന അവസ്ഥയിൽ അവനെ ദൈവവുമായി വീണ്ടും ബന്ധിപ്പിക്കുവാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. മനുഷ്യൻ തന്റെ അകൃത്യഭാരം ചുമന്ന് തളർന്നവനായി തീർന്നു. അവൻ ദൈവമുഖത്തേക്ക് നോക്കുവാൻ പോലും കഴിയാത്തവനായി നടന്നിരുന്നവനാണ്. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കേണ്ടത് ദൈവത്തിൻ്റെ തന്നെ പദ്ധതിയായിരുന്നു. എന്നാൽ അതിനൊരു മധ്യസ്ഥൻ ആവശ്യമായിരുന്നു. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു മധ്യസ്ഥൻ ആവശ്യമായി വന്നു. മനുഷ്യരിൽ ആർക്കും ആ മധ്യസ്ഥ സ്ഥാനത്ത് നിൽക്കുവാൻ ഉള്ള ഒരു യോഗ്യതയും ഇല്ലായിരുന്നു. ഭിന്നിച്ചു കഴിയുന്ന രണ്ട് വ്യക്തികളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഒരു മധ്യസ്ഥൻ ആവശ്യമാണ്. മധ്യസ്ഥൻ രണ്ട് വ്യക്തികളോടും ബന്ധമുള്ള ആളുമായിരിക്കുന്നു. ദൈവത്തോടല്ല, മനുഷ്യനോടും ബന്ധമുള്ള ഒരു മധ്യസ്ഥൻ ഭൂമിയിലില്ല. അതുകൊണ്ട് അതിനുള്ള പരിഹാരമായിട്ടാണ് ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ചത്. പ്രിയരെ, ദൈവം മനുഷ്യനായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. സ്വർഗമഹിമകളും പദവികളും ഒക്കെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് യേശു കർത്താവ് ഇറങ്ങി വന്നു. കന്യകയായ മറിയയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച് 33.5 വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ച് സാക്ഷാൽ മനുഷ്യനായി തന്നെ തൻ ജഡാവതാരം എടുത്തതിൻ്റെ ആവശ്യകതയെയും ഉദ്ദേശത്തെയും വെളിപ്പെടുത്തി. താൻ ചെയ്യാൻ പോകുന്നതും താൻ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ പ്രവാചകന്മാർ മുഖാന്തരം എഴുതി വച്ചിരുന്ന പ്രവചന നിവൃത്തിയാണ് തൻ്റെ ജനനവും ക്രൂശുമരണവും എന്നതും വ്യക്തമാക്കി. തൻ്റെ രക്ഷണ്യ പ്രവൃത്തിയിലേക്ക് ഇറങ്ങി അത് നിറവേറ്റി കാൽവറിയിലേക്ക് നടന്നുപോയി മനുഷ്യന്റെ പാപഭാരം മുഴുവൻ സ്വയം വഹിച്ചുകൊണ്ട് ആ കാൽവറി മലയിലേക്ക് കയറി. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന്റെ അകൃത്യഭാരം ചുമന്നൊഴിച്ച് അവന്റെ പാപത്തിന് പരിഹാരമായി ദൈവത്തിന്റെ കുഞ്ഞാടായി, അറുക്കപ്പെട്ട കുഞ്ഞാടായി കർത്താവ് യേശു ക്രിസ്തു കാൽവറിയിൽ അറുക്കപ്പെട്ടു. ദൈവവുമായി ഭിന്നിച്ച മനുഷ്യനെ, പാപത്താൽ തള്ളപ്പെട്ട മനുഷ്യനെ ദൈവം തള്ളിക്കളഞ്ഞത്
ദീർഘകാലത്തേക്കല്ലായിരുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ, യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നത്, ക്രോധാധിക്യത്താൽ ഞാൻ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചു, എങ്കിലും നിത്യദയയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും എന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളി ചെയ്യുന്നു. ക്ഷണനേരത്തേക്ക് മാത്രം തള്ളപ്പെട്ട മനുഷ്യനെ മടക്കിയെടുക്കാൻ മനുഷ്യനും ദൈവത്തിനും മധ്യേ നിന്ന് ഒരു മധ്യസ്ഥൻ. ക്ഷണനേരത്തേക്ക് എന്നത് വളരെ ചെറിയൊരു സമയമാണ്. എന്നാൽ മനുഷ്യന് വളരെ ദീർഘമായ സമയം എങ്കിലും ദൈവത്തിന് അത് ക്ഷണനേരം. മനുഷ്യന്റെ 1000 വർഷം ഒരു ദിവസം പോലെ മാത്രമാണ് ദൈവത്തിന് എന്ന് തിരുവചനം പറയുന്നു. അപ്രകാരം തള്ളപ്പെട്ട മനുഷ്യന്റെ പ്രാർത്ഥന കേൾക്കാതെ വണ്ണം ദൈവമുഖം മറയ്ക്കപ്പെട്ടിരുന്നെങ്കിലും വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഇന്ന് ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി വെളിപ്പെടുത്തുന്നവനാണ് സ്നേഹവാനായ ദൈവം. ദൈവം മനുഷ്യനെ കേൾക്കാതെ വണ്ണം തന്നെ തന്നെ മറച്ചതിന് കാരണം മനുഷ്യന്റെ പാപങ്ങളായിരുന്നു, കടുംചുവപ്പായിരുന്ന പാപങ്ങൾ. ദൈവത്തിന്റെ വചനം, വിലാപങ്ങളുടെ പുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുന്നു: ഞങ്ങളുടെ പ്രാർത്ഥന കടക്കാതെ വണ്ണം നീ മേഘം കൊണ്ട് നിന്നെ തന്നെ മറച്ചു. എന്നാൽ കർത്താവുമായി നിരപ്പ് പ്രാപിച്ച് വിശുദ്ധി സൂക്ഷിക്കുന്ന ഒരു ദൈവപൈതൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ നിറവോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കത്തക്കവണ്ണം തന്റെ മുഖപ്രകാശം പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ മേൽ പകർന്നു കൊടുക്കുന്നുണ്ട്. വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവപൈതൽ ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുന്നിടത്തോളം കാലം പ്രിയരെ അവന് മറുപടി ലഭിക്കും. നമുക്ക് നേരെ ദൈവം തൻ്റെ മുഖം മറയ്ക്കത്തക്ക നിലയിൽ ഒരു അകൃത്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ നാം സൂക്ഷിക്കുന്നവരാകണം. ദൈവവും മനുഷ്യനും ഇടയിലുള്ള ആ മറയ്ക്കപ്പെട്ട മതിൽ ഇടിച്ചു മാറ്റി മധ്യസ്ഥത അണച്ച് മനുഷ്യനെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിച്ച പുത്രനായ ക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ, ദൈവത്തിനും മനുഷ്യനും ഇടയിലെ ഏക മധ്യസ്ഥനായി ഇന്നും പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്ന് പാപം ക്ഷമിച്ചു കിട്ടിയവന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു. പഴയ നിയമത്തിൽ ദൈവവുമായി ബന്ധമില്ലാത്തവർക്ക് വേണ്ടി പുരോഹിതന്മാർ ദൈവത്തോട് അപേക്ഷിച്ചതുപോലെ കർത്താവായ യേശുക്രിസ്തുവിനെ അറിയാതെ അവർക്കും ദൈവത്തിനും ഇടയിലുള്ള വേർപാടിന് നടിച്ചുവർ ഇടിച്ചു കളഞ്ഞതറിയാതെ തന്നെ, അത് ഇതുവരെ അംഗീകരിക്കാതെ നടക്കുന്നവർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി തന്നെ, യേശുവിൽ വിശ്വസിക്കാതെ നാശത്തിലേക്ക് പോകുന്നവർക്ക് വേണ്ടി തന്നെ ഇന്നും പിതാവിനോട് അപേക്ഷിക്കുകയാണ് പുതിയ നിയമ പുരോഹിത ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ട ഓരോ വിശ്വാസിയും. പ്രിയ വിശ്വാസികളായിരിക്കുന്ന നാം ഓരോരുത്തരും ചെയ്യേണ്ടതാണ് ഈ മധ്യസ്ഥ ശുശ്രൂഷ. കൂടപ്പിറപ്പുകളെ, നാമും ദൈവവും തമ്മിൽ ഭിന്നതയിലായിരുന്നു. എന്നാൽ ഇന്ന് നമ്മെയും ദൈവത്തെയും തമ്മിൽ നിരപ്പിച്ചവനായ മധ്യസ്ഥനായ ക്രിസ്തു മുഖാന്തരം ദൈവം നമ്മുടെ പിതാവാണ്, നാം അവൻ്റെ മക്കളും. ഇന്ന് പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ തങ്ങളുടെ ശുശ്രൂഷ എന്തെന്നറിഞ്ഞ് അനേകർക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുവാൻ ക്രിസ്തുവിൻ്റെ പകരക്കാരായി ഭൂമിയുടെ പരപ്പിൽ ആക്കി വയ്ക്കപ്പെട്ട പുരോഹിതന്മാരാണെന്ന് മറക്കരുത്. നമ്മെ ഏൽപ്പിച്ച പുരോഹിത ശുശ്രൂഷ നിറപടിയായി നാം ചെയ്യുമ്പോൾ പിതാവ് നമ്മിൽ പ്രസാദിക്കുകയും ക്രിസ്തുവിനെ നാം മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നവരായി തീരുകയാണ്. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നിറപടിയായി നിറവേറ്റാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസമായി പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോൾ ആ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, വിടുവിക്കപ്പെടട്ടെ. കർത്താവ് പുതിയ നിയമ ശുശ്രൂഷകരാണെന്നുള്ള ബോധ്യത്തോടെ, ക്രിസ്തുവിന് പകരക്കാരാണെന്നുള്ള ബോധ്യത്തോടെ ആ പുരോഹിത ശുശ്രൂഷ, മധ്യസ്ഥ ശുശ്രൂഷ ചെയ്യുവാൻ നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ച് ഭാരമുള്ളവരായി പ്രാർത്ഥിക്കുകയും സുവിശേഷം അറിയിച്ചവരെ രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യുന്നവരായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും ഒരുപോലെ സഹായിക്കണമേ. ഇന്ന് പകലിൽ വിടുതൽ ആഗ്രഹിക്കുന്ന, സൗഖ്യം ആഗ്രഹിക്കുന്ന ദൈവമക്കളുടെ മേൽ കർത്താവ് വിടുതലും സൗഖ്യം കൽപ്പിച്ച് അനുഗ്രഹിക്കണം. മഹത്വം അങ്ങേക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ
താഴ്മയോടെ അപേക്ഷിക്കുന്നു, ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. പുഷ്പവേ പതിനായിരത്തിലും ശ്രേഷ്ഠരേ, ശരുരിൻ പനിനീർ പുഷ്പവേ പതിനായിരത്തിലും ശ്രേഷ്ഠരേ, വെണ്ണയും ചുവപ്പുമുള്ളവൻ പ്രാണപ്രിയൻ സുന്ദര രക്ഷകൻ, വെണ്ണയും ചുവപ്പുമുള്ളവൻ പ്രാണപ്രിയൻ സുന്ദര രക്ഷകൻ, ചുംബിപ്പിൻ സേവിപ്പിൻ സിയോനിൽ രാജനേ എന്നുമേ, ചുംബിപ്പിൻ സേവിപ്പിൻ സിയോനിൽ രാജനേ എന്നുമേ, പുകഴ്ത്തി യേശുവേ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും വാഴ്ത്തി, പുകഴ്ത്തി യേശുവേ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും വാഴ്ത്തി, ആദിലും അന്ത്യനും വന്ധ്യനും ആദിജാതനുമെന്നും അനന്യനും, ആദിലും അന്ത്യനും വന്ധ്യനും ആദിജാതനുമെന്നും അനന്യനും, സത്യവും ജീവനും മാർഗവും നിത്യപിതാവും എന്നുടെ ദുർഗവും, സത്യവും ജീവനും മാർഗവും നിത്യപിതാവും എന്നുടെ ദുർഗവും, വിളിച്ചോൻ വിശ്വസ്തൻ വീണ്ടും വരുന്നവൻ അവനെ, വിളിച്ചോൻ വിശ്വസ്തൻ വീണ്ടും വരുന്നവൻ അവനെ, പുകഴ്ത്തി യേശുവേ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും വാഴ്ത്തി, പുകഴ്ത്തി യേശുവേ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും വാഴ്ത്തി, പാപവും യാതൊരു ശാപവും യെരൂശലേമിൽ, പാപവും യാതൊരു ശാപവും യെരൂശലേമിൽ, ശുഭ്രമാം ജീവജലനദി ജയിക്കുന്നോർ പങ്കാം ജീവവൃക്ഷം, ശുഭ്രമാം ജീവജലനദി ജയിക്കുന്നോർ പങ്കാം ജീവവൃക്ഷം, ജയിപ്പിൻ കുഞ്ഞാട്ടിൽ സ്വർഗസിംഹാസനേ, ജയിപ്പിൻ കുഞ്ഞാട്ടിൽ സ്വർഗസിംഹാസനേ,